നല്ല അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റും ഒരു അടിപൊളി ബീഫ് സ്റ്റൂ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ ബീഫ് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുത്ത് കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് വെള്ളം കൂടിയും ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഇനി പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. കൂടെ സവോള അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ക്യാരറ്റും കിഴങ്ങും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാവേ. അതിലേക്ക് ബീഫ് വേവിച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ രണ്ടാം പാൽ ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് ആ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് ഇനി ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാലും ചേർത്ത് കൊടുത്ത് കുറച്ച് നട്ട്സും കൂടി പേസ്റ്റാക്കി അതോടെ ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നട്ട്സും ഉണക്കമുന്തിരി ഒന്ന് നെയ്യിൽ വറുത്തതും കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതേ പാലപ്പത്തിൻ്റെയും പൊറോട്ടയുടെ കൂടെയും ബ്രെഡിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.